ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. അങ്ങനെ 13 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ ബുധനാഴ്ച രാത്രി വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് 2 മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വമ്പൻ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ രാത്രിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. 7 പേരാണ് നോമിനേഷന് വന്നിരിക്കുന്നത്. രക്ഷപ്പെട്ടത് 100 മാത്രമാണ് ടിക്കറ്റ് ടു ഫിനാലെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒന്നോ രണ്ടോ ആൾക്കാർ എവിക്റ്റായി പുറത്തുനിന്നുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വാശിയേറിയ പോരാട്ടത്തിനൊരു 1ാം സ്ഥാനത്ത് അനീഷേട്ടൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അനിമോളെ അട്ടിമറിച്ചുകൊണ്ട് അനീഷേട്ടൻ തരംഗമായിട്ട് രാത്രി മാറുകയാണ്. 62,865 വോട്ടുകൾ സ്വന്തമാക്കാൻ അനീഷേട്ടന് സാധിച്ചപ്പോൾ തൊട്ട് പുറകെ തന്നെ അനിമോളുണ്ട്. അനിമോളുടെ വോട്ടിംഗ് നേരിയൊരു ഇടിവ് മാത്രമാണ് ഈ ഒരു മണിക്കൂറിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ഒരുപക്ഷെ 1 മണിക്കൂർ അനീഷേട്ടനെ തകർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 58,360 വോട്ടുകൾ സ്വന്തമാക്കാൻ നമ്മുടെ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ആതിര തുടരുകയാണ്. ആതിരയ്ക്ക് ഭേദപ്പെട്ട രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നൂറ കൂടി ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി എത്തിയത് കൊണ്ട് തന്നെ നൂറയുടെ വോട്ടും ആതിരയ്ക്ക് എത്തിയിട്ടുണ്ട്. 44,156 വോട്ടുകളുണ്ട്. എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തം പ്രതിനിധികളായിട്ടുള്ള ഇവർക്ക് മൊത്തം വോട്ടുകൾ കിട്ടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ഷാനവാസിക്കയാണ്. ഷാനവാസിക്കയുടെ വോട്ടിംഗ് ഇടിവ് തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഷാനവാസ് 1 മണിക്കൂറിൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 38,703 വോട്ടുകളുമായിട്ട് ഷാനവാസ് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുന്നത്. നെവിൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ തകർന്ന് അല്ലെങ്കിൽ ഒരു 5, 6, 7 സ്ഥാനങ്ങളിലോട്ട് പോയിട്ടുള്ള നെവിനാണ് ഇപ്പോൾ 5ാം സ്ഥാനത്തോട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. 35,691 വോട്ടുകളോളം നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അക്ബർ ദ ഡേഞ്ചർ സോണിലോട്ട് പോയിക്കാണ്. ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുന്ന സോഷ്യൽ മീഡിയ വിധി എഴുതിയൊരു കണ്ടസ്റ്റന്റാണ് അക്ബർ. ഒരുപക്ഷെ ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുണ്ട്. 32,937 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ 7ാം സ്ഥാനത്ത് സാബുമാനാണ്. 22,932 വോട്ടുകൾ സാബുമാന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാബുമാന് ഡേഞ്ചർ സോണിലാണ്, പക്ഷേ ലഭ്യമാകുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വോട്ടിംഗ് വരുമ്പോൾ ഒരുപക്ഷെ മാറ്റങ്ങൾ സംഭവിക്കാം. കഴിഞ്ഞ ആഴ്ച ആരിനൊക്കെ എവിക്റ്റായി പോയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരെണ്ണം മികച്ച ഗെയിമർ എന്ന് നോക്കി മാത്രം നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പം 1 മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.